കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ എന്ത് മാറ്റം വന്നു, ഒന്നും നടന്നില്ല എന്ന് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാരും ലീഗന്മാരും സംഘികളും ഉൾപ്പെടുന്ന കോലീബി സഖ്യത്തിന്റെ ഇപ്പോഴുള്ള സംഘടിത പ്രചരണത്തിന് മുന്നിൽ നമ്മൾ ചില പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കണം. അന്ന് മധുര മനോജ്ഞ കാലമെന്നാണ് ഇന്ന് അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ ചാണ്ടി സാറിന്റെ കല്ലിടൽ മഹാമഹം നടന്ന കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയണ്ടേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോ കേരളത്തിന്റെ അഭിമാനമായി തലപ്പൊക്കത്തോടു കൂടി നിൽക്കുന്ന KSRTC അന്ന് പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഓർമ്മക്കുറവാണ് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ അന്നത്തെ ഗതാഗത മന്ത്രിയെ ഒന്ന് ഓർത്തെ. ഒരു 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTCക്ക് വരിക. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകണുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വാവ്, ഒരു പൊതുമേഖലാ സ്ഥാപനം. ചാണ്ടി സാറിന്റെ കാലത്ത് എന്താ വികസനമായിരുന്നു! ഇത്രയും നല്ല വികസനം കൊണ്ടുവരാൻ പിണറായിയുടെ സർക്കാരിന് കഴിഞ്ഞു? ഒന്നും നടന്നിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാം ചാണ്ടി സാർ ഇട്ട കല്ല് മാത്രമാണെന്ന് വായ്ത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നവർ കേട്ടൊരു പ്രതികരണമാണ് അന്ന് മാധ്യമ കോലുകൾക്ക് മുന്നിൽ നിസ്സഹായാവസ്ഥയിൽ ഇരുന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണമാണ്. KSRTC താനെ നിൽക്കും, ഒരു രക്ഷയില്ല. കണ്ടല്ലോ, എന്നിട്ട് നിന്നോ? ആര്യാടൻ ഈ പ്രസ്താവന നടത്തിയിട്ട് 10 വർഷമാകുന്നു. ആ 10 വർഷം കഴിഞ്ഞ് KSRTCയുടെ മാറ്റം എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്, നോക്കിയേ. കണ്ടല്ലോ, KSRTCയുടെ മാറ്റമല്ലേ? 1-ാം തീയതി ശമ്പളം കൊടുത്തില്ലേ, പെൻഷൻ കൊടുത്തില്ലേ, കുടിശ്ശികകൾ കൊടുത്തില്ലേ, ക്യാൻസർ രോഗികൾക്ക് KSRTCയിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ വരെ സൗജന്യ യാത്രയാക്കിയില്ലേ, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുത്തില്ലേ? ഇന്നിപ്പോ KSRTC പതിയെ ലാഭത്തിലേക്ക് കടന്നു വരികയല്ലേ? കൊറോണ കാലഘട്ടത്തിൽ ഒരു വരുമാനം പോലും കിട്ടാതെ, അല്ലെങ്കിൽ വരുമാനം പൂർണ്ണമായി നിലച്ചു, വായ്പാ കുടിശ്ശിക പലിശയും പലിശയുടെ പലിശയുമായി തലയ്ക്ക് മുകളിലേക്ക് കയറിയ സന്ദർഭങ്ങളിൽ എന്തോര ആക്രമണമാണ് കേരളത്തിലെ സംഘപരിവാർ മനോഭാവമുള്ള മാപ്രകൾ നടത്തിയത്. ആ വിമർശനങ്ങളെല്ലാം കേട്ടു, ആ കണ്ണീരുകൾ വിട്ട് മാപ്രകൾ കാശാക്കി കടന്നുപോയെങ്കിലും സർക്കാർ കൈവിട്ടില്ല. KSRTCയെ കൈപിടിച്ച് നടത്തി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആ വകുപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ആയ KSRTC ഇപ്പോൾ കേരളത്തിലാണ്. തലപ്പൊക്കത്തോടുകൂടി അവന്റെ യാത്ര തുടരുകയാണ്. KSRTCയിലെ പരിഷ്കരണങ്ങൾ സ്വപ്നം കാണാത്ത തരത്തിലാണ് മാറ്റമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾ റോഡിൽ കണ്ടൊരു മാറ്റമല്ലേ? അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി രക്ഷപ്പെടുത്തിയെടുത്ത ഭരണ മികവല്ലേ 10 വർഷം? നിങ്ങൾക്കും വിലയിരുത്താം. പച്ച നുണകളും നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളുമായിട്ട് കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. മാറ്റം കണ്ണിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന മാറ്റങ്ങളൊന്നും ഞങ്ങളുടെ ചാണ്ടി സാറിന്റെ കല്ലെന്ന് പറഞ്ഞാൽ ആര്യാടൻ 10 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സകലതിലും ഈ വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പോ UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ KSRTC ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ആര്യാടന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് തനിയെ നിന്നു പോകുമായിരുന്നു. പക്ഷെ നിന്നില്ല. എന്തുകൊണ്ടാണ്? ഇച്ഛാശക്തി കൊണ്ടാണ്. അവിടെ പോക്കറ്റ് വീർപ്പിക്കലല്ല, പൊതുജനങ്ങൾക്ക് സേവനം എത്തിക്കലായിരുന്നു സർക്കാർ നയം. അതുകൊണ്ടാണ് കൊറോണ പോലെ 0 ഇൻകമിൽ നിന്ന കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിന്റെ KSRTC ഈ വമ്പൻ കുതിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റം ജനം അറിയണം. ജനത്തിന്റെ കണ്ണിൽ നിന്ന് പല വികസനങ്ങളും മറയ്ക്കാനാണ് കൃത്രിമ വിവാദങ്ങളുമായിട്ട് വരുന്നത്. അതിന്റെ ഉദ്ദേശം ഈ കാര്യങ്ങളൊന്നും ചർച്ചയാകരുത്, അല്ലെങ്കിൽ ആക്കരുത് എന്നുള്ള ആ കുബുദ്ധി ചിന്ത നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.